നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പല ഘട്ടത്തിലും പല മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കാര്യം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ ബിഹേവ് ചെയ്തോളൊന്നും ആയിരിക്കില്ല പിന്നീട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നമ്മുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്ന ആ രീതിയിലോ അല്ലെങ്കിൽ സംസാര ശൈലിയിലോ എല്ലാത്തിലും നമ്മൾ ഓരോരോ മാറ്റങ്ങൾ വരുത്താറുണ്ട്. നമ്മൾ വരുത്താറുണ്ട് എന്നല്ല, നമ്മൾ അങ്ങനെ തയങ്ങി പോവാറുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്നത് ചിലർ കേൾക്കാറുണ്ട്. അതായത് മോനെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, പിന്നെ നല്ലോണം പിന്നെയും സംസാരിക്കുമായിരുന്നു, ഇപ്പം ആയതിനു ശേഷം അവൻ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലർ പറയുന്നതാണ് ഇപ്പം അവന് ഫ്രണ്ട്സ് മാത്രം മതി, ഞങ്ങൾ ആരെയും വേണ്ട, അത്തരത്തിൽ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് കേൾക്കാറുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ടും നമുക്ക് വരുന്ന, അതായത് നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ വരുന്ന മോശമായ സാഹചര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ബിഹേവിയറിലും ഒക്കെ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടായി വരുന്നത്. നമുക്ക് എന്താണ് അതൊക്കെ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എൻ്റെ പേര് ഹർഷ ഫാത്തിമ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയ്ലൻ ഹാപ്പിനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് നോക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടിയായിരിക്കുമ്പോഴുള്ളൊരവസ്ഥ നോക്കാം. അതായത് ജനിച്ചെങ്ങാനും ഒരു വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, പലർക്കും നല്ല ഓർമ്മകളായിരിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലർക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് പാരൻ്റ് ആയവർക്കൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല രീതിയിലുള്ള കരച്ചിലും എങ്ങനെ കുട്ടിയെ നോക്കണം എന്നറിയാത്ത പ്രോബ്ലംസും അങ്ങനെ പല കാര്യങ്ങളിലുണ്ട് ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും. എന്നാൽ ആദ്യമായിട്ട് കുട്ടിയെ കിട്ടിയ രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ട് അവർ നോക്കുന്ന രീതിയിലുള്ള പാരൻസും ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു ടൈം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തുടക്കത്തിൽ കരച്ചിലാണെങ്കിലും പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങൾ നമ്മൾ ആസ്വദിച്ചിങ്ങനായിരിക്കും ആ ഒരു ടൈം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അവരുടെ ചിരി അല്ലെങ്കിൽ അവരുടെ ഓരോ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ കമഴ്ന്ന് വിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്, അങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റ്സും നമ്മൾ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കുന്നവരും അല്ലാതെ ഓർമ്മയിലൂടെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മുടെ പേരൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ഒരു പ്രൈമറി കെയർ ഗീവർ, അതായത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ അമ്മമാരാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ആ കുട്ടിയുടെ ആ ഒരു ടൈമിൽ ആരാണോ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് അവരെ നമുക്ക് പ്രൈമറി കെയർ ഗീവറായിട്ട് കാണാം. ആ കുട്ടിയുടെ ഇപ്പോൾ ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ കരയുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ നോക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ അമ്മമാരായിരിക്കും. ഈ ഒരു ടൈമിൽ ഈ കുട്ടി ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ലോകത്തേക്ക് വരുന്നത്. ഭാഷാപരമായിട്ട് ആ കുട്ടികൾക്ക് അധികം കാര്യങ്ങൾ അറിയില്ലെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, ഈ ഒരു ലോകത്തെ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേന്ന്. ആ ഒരു വിശ്വാസം നമ്മളാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ പ്രൈമറി കെയർ ഗീവറാണ് അവർക്ക് മെയിനായിട്ട് നേടിക്കൊടുക്കേണ്ടത്. ഇപ്പോൾ ആ ഒരു ടൈം നോക്കുകയാണെങ്കിൽ അവരുടെ ഫുഡ്, സേഫ്റ്റി, ലവ് എല്ലാത്തിനും അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയാണോ അവരോട് പ്രതികരിക്കുന്നത്, കറക്റ്റ് ടൈമിൽ അവരുമായിട്ട് ഒരു ക്ലോസ് ഫീൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരൊന്ന് കരയുന്ന സമയത്ത് അവരൊന്ന് എടുക്കുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ഫീലായിരിക്കും വരുന്നുണ്ടാവുക. ഞാനിങ്ങനെ കരയുന്ന സമയത്താണോ അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്ന സമയത്താണോ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്നെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതായത് നമ്മുടെ കൂടെയുള്ള ആളോട് നമുക്കൊരു ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ഈ ഒരു ടൈം. ഈ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ പല പേരൻസും അല്ലെങ്കിൽ പല മദേഴ്സും ഒക്കെ ആ ടൈമിലൂടെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ കുട്ടിയായിട്ട് അത്ര ഒരു ക്ലോസ്നെസ് ഫീലൊന്നും കിട്ടിയില്ല എന്നും വരും. ചിലപ്പോൾ കുട്ടി കരയുന്ന സമയത്ത് നമ്മൾ അവരോട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവർ കരയുന്ന സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതെ നോക്കുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലും ഒരു നെഗറ്റീവ് രീതിയിൽ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്കുള്ളിലൊരു മിസ്ട്രസ്റ്റാണ് രൂപപ്പെടുക. അതായത് ഞാൻ ഒറ്റക്കാണോ അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലേ, ലൈക്ക് ആ ഒരു തോട്ടായിരിക്കും കുട്ടികളുടെ ഉള്ളിലുണ്ടാവുക. ഇനിയിപ്പോൾ ഈ ഒരു കുട്ടി ഒരു ട്രസ്റ്റാണ് അല്ലെങ്കിൽ ഈ വേൾഡ് എനിക്ക് സേഫാണ് എന്നുള്ള രൂപത്തിലാണ് ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുത്തതെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ നല്ല പോസിറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാവിയിലൊരു റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ അവർക്ക് നല്ല ഓക്കെ ആയിരിക്കും. എന്നാൽ നേരെ തിരിച്ചിപ്പോൾ അവർ മിസ്ട്രസ്റ്റാണ് ഫോം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു ആൻഷ്യസ് അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ്, ഒരു വിഡ്രോവൺ ക്യാരക്ടറൊക്കെ ആയിരിക്കും അവരുണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാവും.
അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരായി ഇവർ മാറാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മാക്സിമം കുട്ടിയുടെ കൂടെ തന്നെ കഴിയാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും കുട്ടിയുടെ അടുത്ത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. കുട്ടിക്ക് നമ്മളടുത്ത് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മളിപ്പോൾ കുട്ടിയുടെ ചുറ്റും ഇല്ലെങ്കിലും കുട്ടിക്കുള്ളൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ കരഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആ ഒരു കെയർ ഗിവർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാരൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിയുടെ അടുത്തുണ്ടാവും. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. എപ്പോഴാണോ കുട്ടിക്ക് നമ്മളെ ആവശ്യമുള്ളത് ആ സമയം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ നോക്കുക. ഒരു ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്നെസ്, നമ്മളൊരു ഐ കോണ്ടാക്റ്റ്, അവർക്ക് ആ സമയത്ത് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി നമ്മൾ അവരുമായിട്ട് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ കൂടെ നിൽക്കാൻ നോക്കുക. പിന്നെ ഒരു റൊട്ടീനൊക്കെ കീപ്പ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ഉറങ്ങുന്നതാണെങ്കിലും അവരുമായിട്ട് കളിക്കുന്നതാണെങ്കിലും ഒരു ചെറുപ്പത്തിൽ ആ ഒരു ടൈമിൽ ഈ റൊട്ടീനൊക്കെ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാക്സിമം അവരുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റൊട്ടീൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ കുട്ടികളെ നോക്കാം. അതായത് നേരത്തെ നമ്മൾ 1 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു ടൈമാണ്. എന്തും ഞാൻ ചെയ്തോളാം, ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആ ഒരു ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയമാണ് ഈ ഒരു 3 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ ട്രസ്റ്റ്, കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ സ്വന്തക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലോട്ട് ഈ കുട്ടികൾ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു ടൈം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ഇതായിരിക്കും. അതായത് ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ, ഡ്രസ്സ് ഇടാനാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലൊക്കെ അവരുടേതായ ചോയ്സസ് അവർ പ്രകടിപ്പിക്കാനൊക്കെ നോക്കുന്നൊരു ടൈമാണിത്. ഈ ടൈം നോക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ഡ്രസ്സായിരിക്കും. അവർ ചെയ്യുന്നതൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഡ്രസ്സ് ഇടുന്നതാണെങ്കിലൊക്കെ തിരിഞ്ഞു പോയിട്ടൊക്കെ ഇടുന്നൊരു സാഹചര്യം വരാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അവരുടെ എങ്ങനെയാണ് ആ ഒരു ടൈമിൽ അവരോട് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതായിരിക്കും ഈ ഒരു സ്റ്റേജിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഇപ്പോൾ ഷൂ ഇടുകയാണെങ്കിൽ കുട്ടി ഇപ്പോൾ പോകാൻ നേരത്തായിരിക്കും, തിരക്കുള്ള സമയമായിരിക്കും. ആ ഒരു ടൈമിൽ പേരൻസിനോട് പറയാണ് ഷൂ ഇന്ന് ഞാൻ ഇട്ടോളാം എന്ന് പറയാം. ഷൂ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നല്ല സമയം എടുക്കുന്നുണ്ടാവും, ഒരുപാട് നേരം എടുക്കും. കാരണം കറക്റ്റായിട്ട് ഇടാൻ പറ്റിക്കോളുന്നില്ല, കാല് കയറ്റാനുള്ളതൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എത്രത്തോളം അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ നോക്കിയാലും ചിലപ്പോൾ അവസാനം നോക്കുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് ഷൂവിൻ്റെ ലൈസൊന്നും കെട്ടിക്കോണമെന്നില്ല, അല്ലെ കറക്റ്റ് തിരിച്ചൊക്കെ ഇടുന്ന സാഹചര്യമൊക്കെ ഈ ടൈമിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ അവരോട് സപ്പോർട്ട് ചെയ്തിട്ട് മോൻ ഇട്ടല്ലോ, നല്ല രസമുണ്ടല്ലോ, എന്നാലും നമുക്കിതൊന്ന് മാറ്റിയിട്ട് നോക്കാം എന്ന് പറഞ്ഞ് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കുള്ളിലൊരു ട്രസ്റ്റ് ഉണ്ടാവും. എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യും. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ നേരെ തിരിച്ചിട്ട് നോക്കുകയാണെങ്കിലോ, അതായത് ഇത്ര സമയം കാത്തു പോലും നിൽക്കാതെ ഇപ്പോൾ നീ എന്താണ് ഇത്ര സമയം എടുക്കുന്നത്, എനിക്കിത് മര്യാദയ്ക്ക് കെട്ടാൻ പോലും ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തളർത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, അത്തരത്തിലുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളിൽ വളരുന്നുണ്ടാകുക ആ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ചില പേരൻസിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രൈ ചെയ്യാനുള്ള അവസരം പോലും അവർ കുട്ടികൾക്ക് നൽകാത്തവരുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഷർട്ട് ഇടുന്ന സമയത്ത് ഞാനിടാം ഇന്ന് കൊടുക്ക് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവും. എന്നാലും ആ ഒരു സമയം അവരെ മാക്സിമം തളർത്തുന്ന രീതിയിൽ ചില പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സമയമില്ലാത്തതുകൊണ്ടോ മറ്റോ ആയിരിക്കും, പക്ഷെ അത് കുട്ടിയെ വളരെ മോശമായ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഷർട്ടിൻ്റെ കുടുക്കിടാൻ നേരത്ത് നോക്കുകയാണെങ്കിൽ ഇവർ പറയും നീ ചെയ്യേണ്ട, നിനക്കിതൊന്നും ആവത്തില്ല, സമയം പോവും എന്നൊക്കെ പറഞ്ഞ് ഇവരിടുന്ന സമയത്ത് എന്നെ കൊണ്ടൊന്നും പറ്റൂലേ, ഞാൻ അത് ചെയ്താൽ ശരിയാവൂലേ, ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഇവരുടെ മനസ്സിലോട്ട് കൂടുതലായിട്ട് കടന്നു വരിക ആ ടൈമിൽ. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ കെയർ ഗിവേഴ്സിനെ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്.
അതായത് ചില ഡിസിഷൻസൊക്കെ അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അധികം വലുത് വേണമെന്നില്ല, അവർക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ 2 ഡ്രസ്സ് എടുത്തിട്ട് മോനക്ക് ഏതാ വേണ്ടത്, ഈ കളറാണോ അല്ലെങ്കിൽ റെഡ് കളറാണോ ബ്ലൂ കളറാണോ വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവനോട് തന്നെ മാക്സിമം ചോദിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ന് കുക്കീസാണോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണോ മോന് പുറത്ത് പോയി വരുമ്പോൾ വാങ്ങേണ്ടത്, ആ ഒരു രീതിയിൽ എന്താണോ കുട്ടിക്ക് വേണ്ടത് അല്ലെങ്കിൽ കുട്ടിക്കും അവിടെ ഒരു ചോയ്സ് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. മറ്റൊന്നെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അവർ ചെയ്യുന്ന എഫേർട്ടിന് വാല്യൂ കൊടുക്കുക, റിസൾട്ടിനല്ല. ഇപ്പം അവർ ചെയ്യുന്ന എല്ലാം ഒന്നും സക്സസ് ആയിക്കോണമെന്നില്ല. ചെറിയ കുട്ടികളാണ്, തെറ്റുകളൊക്കെ അവർക്ക് പറ്റും. പക്ഷേങ്കിൽ ആ സമയത്ത് അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ റിസൾട്ടിന് അധികം പ്രാധാന്യം കൊടുക്കാതെ അവർ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് അതിന് കുറച്ചുകൂടിയൊക്കെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്ന സമയത്ത് ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓവർ പ്രൊട്ടക്ഷൻ കാണിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാറുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവരുടേതായ കുറച്ച് ടൈം കൊടുക്കുക. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നൊക്കെ ആണെങ്കിൽ അവർ ഒറ്റയ്ക്ക് കഴിക്കട്ടെ, ഇറക്കിൽ വിൽക്കും, അതെടുത്ത് മാറ്റിട്ടെടുത്തിട്ട് എങ്ങനെ അവരെ കൊണ്ട് നല്ല രീതിയിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തെറ്റുകൾ പറ്റുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുക. ഇപ്പോൾ കൈ കഴുകുന്നതാണെങ്കിൽ അവർ പോയി ഒറ്റയ്ക്ക് കഴുകട്ടെ, ആ ഒരു രീതിയിൽ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം ശ്രമിക്കാൻ നോക്കുക. ഈ ഒരു ടൈമിൻ്റെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ അവരെ മെച്ചപ്പെട്ട് വളർത്തിയെടുക്കുന്ന സമയത്ത് അവർക്കുള്ളിലൊരു ഫീല് വരും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫ്രീഡം വരുമ്പോൾ തന്നെ അത് അവരുടെ ഭാവിയിലേക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും. പല കുട്ടികളും വലുതാവുമ്പോൾ ചോദിക്കാറുണ്ട്, ഇവൻ എന്താ ഇതൊന്നും ചെയ്യാത്തേ. ചെറുപ്പം മുതലേ നമ്മൾ ആ ഒരു രീതിയിൽ അവരെ വളർത്തിയെടുക്കുമ്പോഴാണ് ഓരോ കുട്ടികൾക്കും ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടുക. ഈ ഒരു കിട്ടാത്ത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പല കുട്ടികൾക്കും പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങാൻ ഭയപ്പെടുന്നവരായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വളർച്ചയുടെ 2 കാലഘട്ടങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.